മുള്ളംപന്നിയെ തല്ലിക്കൊന്ന കേസിൽ ഒളിവിലാണ് എന്ന് വനം വകുപ്പ് പറയുന്ന വെള്ളനാട് പഞ്ചായത്ത് പ്രസിഡന്റ് വെള്ളനാട് ശശി തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിലെത്തിയിരിക്കുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ് ഈ ദൃശ്യങ്ങൾ പകർത്തിയതോടെ ശശി തട്ടിക്കയറുകയായിരുന്നു. ആദ്യം ആ ദൃശ്യങ്ങളൊന്ന് കാണാം. CPI നേതാവും വെള്ളനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായിട്ടുള്ള വെള്ളനാട് ശശിക്ക് വേണ്ടിയുള്ള സംരക്ഷണം അത് തുടരുകയാണ്. കാരണം ജാമ്യമില്ലാ കുറ്റം പ്രകാരമാണ് വനംവകുപ്പ് കേസെടുത്തിരിക്കുന്നത്. കേസെടുത്തിട്ട് ദിവസങ്ങൾ കഴിയുന്നു. ശശി ഇത്തരത്തിലുള്ള വിവാദമായിട്ടുള്ള കേസുകളിൽ കുരുങ്ങുന്നത് ഇതാദ്യമല്ല. സ്ത്രീകളെ കുട്ടികളെ തല്ലിയതിനെ, അതുപോലെ തന്നെ ശിലാഫലകം തല്ലി നശിപ്പിച്ചതിനെ, അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്തിന്റെ സെക്രട്ടറിയെ പൂട്ടിയിടുകയും അസഭ്യം പറയുകയും ചെയ്തതിന്, അങ്ങനെ നിരന്തരമായി ഇത്തരത്തിലുള്ള വിവാദങ്ങളിൽ പെടുന്ന വ്യക്തിയാണ് ഈ വെള്ളനാട് ശശി. ഏറ്റവും ഒടുവിലാണ് ഈ മുള്ളംപന്നിയെ തല്ലിക്കൊന്ന കേസിൽ പ്രതിയാകുന്നത്. വനം വകുപ്പ് എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന ചോദ്യത്തിന് ശശി ഒളിവിലാണ് എന്നാണ് പറയുന്നത്. മാത്രമല്ല കോടതിയിൽ മുൻകൂർ ജാമ്യം പോയിട്ടുണ്ട് എന്നും പറയുന്നു. മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഇതുവരെയും കോടതി ഈ പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥരോട് പറഞ്ഞിട്ടില്ല. നാളെ കേസ് ഈ പറയുന്ന മുൻകൂർ ജാമ്യാപേക്ഷ തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതി പരിഗണിക്കുന്നുണ്ട്. വനം വകുപ്പിനോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടും ഇതുവരെ റിപ്പോർട്ട് നൽകിയിട്ടില്ല. നാളെ ഒരുപക്ഷെ നൽകിയാലായി. പക്ഷേ ഈ സമയത്താണ് ഈ സെക്രട്ടേറിയറ്റ്, അതുപോലെ തന്നെ ലോഡ്ജ്, ഇവിടെയൊക്കെ വെള്ളനാട് ശശി പോലീസിന്റെയും അതുപോലെ തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെയൊക്കെ കൺമുന്നിലൂടെ ഇങ്ങനെ പരസ്യമായി നടക്കുന്നത്. മാത്രമല്ല സാധാരണ ഇങ്ങനെ പോലീസ് അന്വേഷിക്കുന്ന അല്ലെങ്കിൽ പ്രതിയായ വ്യക്തി സെക്രട്ടറിയില്ല, ഭരണസ്ഥിരാ കേന്ദ്രത്തിൽ തന്നെ വന്നിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെതായ എന്തോ ആവശ്യത്തിന് അദ്ദേഹം ഇപ്പോൾ വരികയും ഉദ്യോഗസ്ഥരെയും അതുപോലെ മന്ത്രി ഓഫീസിലാണോ പോയത് എന്ന കാര്യം വ്യക്തമല്ല. എന്തായാലും അദ്ദേഹം സെക്രട്ടേറിയറ്റിനുള്ളിൽ മണിക്കൂറുകളോ ഉണ്ടായിരുന്നു. അതിനുശേഷം പുറത്തിറങ്ങി വന്നപ്പോഴാണ് നമ്മൾ ഈ ദൃശ്യം പകർത്തിയത്. അപ്പോഴും നമ്മളോട് തട്ടിക്കയറുകയാണ് ചെയ്തത്. ദൃശ്യങ്ങൾ പകർത്തിക്കൊള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അഹന്തയോടുകൂടി തട്ടിക്കയറിയതിനു ശേഷമാണ് ഒരു വാഹനത്തിൽ കയറി പോയത്.